വെൽക്കം ബാക്ക്. ഇന്നെൻ്റെ രാത്രിയിലത്തെ കറി ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ റെസിപ്പി അല്ല ഇന്നത്തെ വീഡിയോ. ഇന്നെൻ്റെ കോളേജിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടൊന്ന് ചെറിയൊരു ഡയറ്റിലാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോളേജിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് പഴമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഈ പഴം മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് പോയി. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് വരെ നടക്കണം. അങ്ങനെ ഒരു കടയിൽ ചെന്നു. 2-3 കടകളൊക്കെ കുറച്ചും കൂടി അടുത്തുള്ളതൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇന്നലത്തെ റംസാൻ്റെ ബാലൻസ് ആണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് കടകളൊക്കെ മൂടിയിട്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കടയിൽ ചെന്നു. കുറച്ചും കൂടി നീങ്ങി, കോളേജിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ള കടയാണ്. അവിടെ ചെന്ന് ഞാൻ ചിങ്ങമ്പഴവും നെല്ലിക്കയൊക്കെ മേടിച്ച് പൈസ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോണുണ്ട്. അപ്പോൾ ഫോണിൽ ഗൂഗിൾ പേ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഫോണും കൊണ്ടുപോയത്, പൈസ എടുക്കാതെ. പിന്നെ ഇത് പെട്ടെന്ന് അടുത്തല്ലേ, പെട്ടെന്ന് മേടിച്ചിട്ട് വരാം, വേറെ അത്യാവശ്യങ്ങളൊന്നുമില്ല, ഗൂഗിൾ പേ പോകും എന്നുള്ള ഒരു ഉറപ്പിലാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഗൂഗിൾ പേയിൽ സെർവർ ബിസി എന്ന് പറഞ്ഞാണ് കാണിക്കണത്. ഒരു അക്കൗണ്ടൊന്നും കാശ് പോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിലെ ഒരു ടീച്ചറിനെ വിളിച്ചിട്ട് അവരുടെ ഗൂഗിൾ പേയുടെ നമ്പറിലേക്ക് ഒരു പൈസ, കുറച്ച് 59 റുപ്പീസ് ആയിട്ടുള്ളൂ. ഈ ചിങ്ങമ്പഴത്തിനും നെല്ലിക്കയ്ക്കും കൂടി 59 രൂപ ആയിട്ടുള്ളൂ. അതൊന്ന് അയക്കാവോ എന്ന് ചോദിച്ചു. ആ ടീച്ചറും ഇതേപോലെ ഫോണിൽ ഫോൺ നമ്പറിൽ, ഞാൻ കൊടുത്ത ഫോൺ നമ്പറിൽ ജിപേ ചെയ്യാൻ പോയിട്ട് ജിപേ ആവുന്നില്ല, സെർവർ ബിസി. അപ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ രാവിലെ കോളേജിൽ ചെന്നപ്പോഴും ഒരു ടീച്ചർ പറയുന്നത് കേട്ടായിരുന്നു, എന്തോ സാധനം മേടിക്കാനായിട്ട് സെർവർ ബിസിയാണെന്ന് പറയണത് കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇന്ന് പൊതുവേ ഡൗൺ ആണ്, അപ്പോൾ അത് നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, സെർവർ ബിസിയാണ്, അതുകൊണ്ട് ഞാൻ കോളേജിൽ പോയിട്ട്, ഇന്ന കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, ഞാൻ ഒന്ന് പോയിട്ട് പൈസ എടുത്തിട്ട് വരാം. അപ്പം അയാൾ പറയാണ്, ഈ പഴമൊക്കെ മുറിക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാമായിരുന്നില്ലേ? അപ്പം നമ്മളൊരു അത്യാവശ്യം പെട്ടെന്നുണ്ടായതാണ്, ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ്. നമ്മൾ അയാളോട് പൈസ ഫ്രീ ആയിട്ട് സാധനം തരാനൊന്നുമല്ല ആവശ്യപ്പെട്ടത്. ഞാൻ പോയിട്ട് പൈസ ഇപ്പോൾ സെർവർ ഡൗൺ ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, പൈസ തരാൻ പറ്റില്ല, ഞാനൊന്ന് പോയിട്ട് 5 മിനിറ്റിൽ പോയിട്ട് വരാമെന്നാണ് അയാളോട് ആവശ്യപ്പെട്ടുള്ളത്. അല്ലാതെ വേറൊന്നും അവിടെ സംസാരമോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്ന കടയാണ്. ഞാൻ ഈ കടയിലെത്തുന്നതിന് മുന്നേ ഒരു ബേക്കറിയിൽ കയറിയിട്ട്, ആ ബേക്കറിയിൽ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഫ്രഷ് ജ്യൂസ് കുടിക്കാനാണ് കയറിയത്. പക്ഷേ അവിടെ തിരക്കായതുകൊണ്ട് അയാൾക്ക് ആ ജ്യൂസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ കടയിൽ പോയിട്ട് കുറച്ച് പഴം മേടിച്ചിട്ട് വരാം ചേട്ടൻ, പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചേക്ക്, ഞാൻ വന്നിട്ട് കുടിച്ചോളാം. അപ്പോൾ ആ തിരക്കൊന്ന് കുറയല്ലോ എന്ന് ഓർത്ത്. അപ്പം ഞാൻ തിരിച്ച് ഈ പഴം മേടിക്കാതെ തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ ഇയാൾ ജ്യൂസ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട ചേട്ടാ, ഞാൻ ഇതേപോലെ സെർവർ ബിസിയാണ്, ഇതിപ്പോൾ എല്ലാവരുടെയും അങ്ങനെയാണ്, അതുകൊണ്ട് ജിപേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ കോളേജിൽ ചെന്നിട്ട് എടുത്തതിന് ശേഷം, പൈസയായിട്ട് വന്നതിന് ശേഷം ചേട്ടൻ ജ്യൂസ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ടീച്ചർ ഇത് കുടിച്ചിട്ട് പോയിക്കോ, എന്നിട്ട് വന്നിട്ട് പിന്നെ കൊണ്ടുവന്ന് തന്നാൽ മതി അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം വേണ്ട ചേട്ടാ, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നിർബന്ധിച്ച് ആ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ കുടിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ കുടിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്നോട്, അയാൾ അവിടെ ആ കടയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അയാളോട്, ഇന്ന പോലെ അപ്പുറത്തെ കടയിൽ എനിക്ക് ഇങ്ങനെ പൈസ കൊടുക്കാനില്ലാണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, അപ്പോൾ ഞാൻ 2 പൈസയും കൂടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ, സാരമില്ല ടീച്ചറെ, ഈ ജ്യൂസ് കുടിച്ചോ, എന്നിട്ട് പോയിട്ട് എടുത്തിട്ട് വന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ കുടിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, എത്ര രൂപ അവിടെ കൊടുക്കാനുള്ളത് ആ കടയിൽ സാധനത്തിന്?
അപ്പോൾ ഞാൻ പറഞ്ഞു 59 രൂപയുള്ളൂ, 59 രൂപയൊക്കെയാണ് ഞാൻ സാധനം മേടിച്ചത്. അപ്പോൾ അയാൾ എനിക്ക് 60 രൂപ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, ടീച്ചർ അവിടെ ചെന്നിട്ട് എൻ്റെ നമ്പറിലേക്ക്, അതായത് കോളേജിൽ ചെന്നിട്ട് എൻ്റെ നമ്പറിലേക്ക് അല്ലെങ്കിൽ സെർവർ ബിസി മാറുമ്പോഴത്തേക്കും GPay ചെയ്താൽ മതി, അല്ലാതെ ഇനി തിരിച്ച് വരേണ്ട കാര്യമില്ല. അപ്പോൾ ആ ജ്യൂസിന് 65 ആണ്. അപ്പോൾ മൊത്തം എനിക്ക് 125 ആയിട്ട് GPay ചെയ്ത് തന്നാൽ മതി. എന്നിട്ട് 60 റുപ്പീസ് എൻ്റെ കയ്യിൽ തന്നിട്ട് ആ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ടീച്ചർ പൊക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, രണ്ട് മനുഷ്യന്മാർ തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്. നമ്മൾ പെട്ടെന്നൊരവസ്ഥയാണിത്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഈ 59 രൂപ കൊടുക്കാതെ സാധനം അയാൾക്ക് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണ കാര്യമല്ല. പെട്ടെന്ന് സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയി, അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ച് ഈ പഴക്കടയിൽ ചെന്നിട്ട് പഴം ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ആ പഴം ഞാൻ കൊടുത്തു വേറെ ആൾക്ക്, നിങ്ങൾ വരുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പഴം കൊടുത്തു. പിന്നെ പഴക്കൊലയിൽ നോക്കിയപ്പോൾ ഒറ്റ പഴം ഇല്ലതാനും. ഞാനപ്പോൾ തന്നെ തിരിച്ചു പോന്നു. തിരിച്ച് കോളേജിൽ ചെന്നപ്പോഴൊന്നും സെർവർ ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഗൂഗിൾ പേ ചെയ്തത്. അപ്പോൾ എന്തുമാത്രം വ്യത്യാസമാണ് എന്നുള്ളത് ഞാൻ മനസ്സിൽ ഓർക്കുമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. മനുഷ്യന്മാരുടെ മനസ്സുകൾ തമ്മിലേ മനുഷ്യത്വം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഈ പറയണ ചെറുപ്പം പിള്ളേർക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ പറയും. നമ്മളിപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന പിള്ളേർക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് ഈ പറഞ്ഞ മനുഷ്യത്വം ഇല്ല, അവരെല്ലാം മണി മൈൻഡഡ് ആണെന്നൊക്കെ നമ്മൾ പറയും. ഇന്നത്തത് എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവമായതുകൊണ്ടായിരിക്കാം മനസ്സിന് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇപ്പോൾ ലോകത്തിൽ പല വിധത്തിലുള്ള മനുഷ്യന്മാരുണ്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെമ്മീൻ ഇട്ടു, ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ ചെമ്മീനെ ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ റോസ്റ്റ് റെഡി. അപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.